ഹലോ, ഇനി നമ്മളൊരു വീട്ടു താമസത്തിന് പോവുകയാണേ. വീട്ടു താമസം അധികം ദൂരത്തൊന്നുമല്ല കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഞങ്ങൾ മുറ്റത്തുനിന്ന് ഇങ്ങനെ എന്തായാലും പുറപ്പെട്ടതല്ലേ, എന്നാൽ പിന്നെ 2 ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ക്യാമറയും പിടിച്ച് നടക്കുക. അപ്പം വീട്ടു താമസത്തിന് പോകാൻ കുറച്ച് നമ്മൾ അയൽവാസികളെല്ലാം വന്നു. എന്താ ഞാൻ വീട്ടു താമസമുള്ള സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഒരു 100 മീറ്റർ അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് കേട്ടോ വീട്. ഈ വീട്ടുകാരൻ നമുക്ക് പരിചയമില്ല കേട്ടോ. അവരിവിടെ വീടും സ്ഥലവും വാങ്ങിയതാണ്. അപ്പം വീട്ടിൽ താമസിക്കുമ്പം അത്യാവശ്യം നാട്ടുകാരെയൊക്കെ ക്ഷണിച്ചു എന്ന് നിൽക്കുകയാണ്. നമ്മൾ തൊട്ട അയൽവാസികളല്ലേ, അപ്പോൾ നമ്മളെയൊക്കെ ക്ഷണിച്ചതാണ്. നമ്മളെ ഉള്ളിലൊക്കെ കയറി. ഇതാണ് കിച്ചൺ. ഇതാ പിന്നെ മേലെ നമ്മളെ അയൽവാസികളാണ് കേട്ടോ ഇവരൊക്കെ. ഇവർ കൂടെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങൾ അധികം നിന്നില്ല, ഞങ്ങൾക്ക് അവരാരെയും പരിചയമില്ലല്ലോ, പിന്നെ ആരോട് സംസാരിക്കാനല്ലേ. വീടൊക്കെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അവർ വാങ്ങിച്ചതിന് ശേഷം ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയതാണ്. ഇവിടുത്തെ ചുമരിലൊക്കെ എന്തൊക്കെയോ ഡിസൈൻസൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ, പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അതൊന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. ഇനി പിന്നെ എപ്പോഴെങ്കിലും ഇവിടെ ഒന്ന് വരാം. മക്കൾ നോക്കിയപ്പോൾ അവിടെ ഒരു അക്വേറിയം ഉണ്ട്, അതിനടുത്താണ്. അതിലൊരു മീൻ ചത്തുപോയപ്പോൾ ചത്തുപോയതിൻ്റെ സങ്കടത്തിലാണ് അവൻ. പിന്നെ ഞങ്ങൾ ഫുഡ് സെക്ഷനിലേക്ക് പോയി. ഇത് ഞങ്ങൾ മിതുവേട്ടനാണ്. ഫുഡ് കഴിക്കാൻ മുറ്റത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. 2 വീട് അടുപ്പിച്ച് ഉണ്ടാക്കിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലിരിക്കാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു ഇറങ്ങി കേട്ടോ. നൗഷത്തെയാണ് ബാക്കിലുള്ളത്. 36 ഇതിനിടയ്ക്ക് വേറെ റീലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ വീഡിയോ. സപ്പോർട്ട് ചെയ്ത് കൂടണേ.